സനാതനധർമ്മത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളും ദിനചര്യകളും ഫിലോസഫിയും ലോകത്തിലെ ഏറ്റവും മികച്ചത് തന്നെയാണോ സ്വാമി? ഇതെന്ന് നേരത്തെ ഒരാൾ ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. അത് അയാൾ തന്നെ എഴുതി വെച്ചതാണെന്നാണ് മനസ്സിലാവുന്നത്. ഏറ്റവും മികച്ചതെന്ന് പറയേണ്ട ആവശ്യമില്ല. എന്തിനാ താരതമ്യം ചെയ്യാൻ പോന്നേ? ഒന്നിനെ മറ്റൊന്നുമായി താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ധർമ്മവ്യവസ്ഥ എന്നുള്ളത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചേർത്ത് കോർത്ത് നിർത്തുന്ന താളമാണ്, നിയമമാണ്, വ്യവസ്ഥയാണ്. അണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടം വരെ സകലത്തെയും ചേർത്ത് കോർത്ത് നിർത്തുന്നത് ധർമ്മമാണ്. ആ ധർമ്മത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ജീവിതമാണ് സനാതനധർമ്മ വ്യവസ്ഥ. അതിനനുകൂലമാണെങ്കിൽ ശാസ്ത്രം നല്ലതാണ്, ടെക്നോളജി നല്ലതാണ്, രാഷ്ട്രീയം നല്ലതാണ്, സാമ്പത്തിക വ്യവസ്ഥ നല്ലതാണ്, ഇക്കണോമിക് സിസ്റ്റംസ് എല്ലാം നല്ലതാണ്. ആ ധർമ്മത്തിന് വിരുദ്ധമാണെങ്കിൽ എല്ലാം നാശകാരികളാണ്. ഇനി മതം, ലോകത്തിൽ അനേക മതങ്ങളുണ്ട്. ശൈവമാകട്ടെ, വൈഷ്ണവമാകട്ടെ, ശാക്തേയമാകട്ടെ, ഗാണപത്യമാകട്ടെ, സൗരമാകട്ടെ, സ്കാന്തമാകട്ടെ, ജൈനമാകട്ടെ, ബൗദ്ധമാകട്ടെ, ഇസ്ലാമികമാകട്ടെ, ക്രിസ്തീയമാകട്ടെ, ഇനി യഹൂദ ആകട്ടെ, അനേക മതങ്ങൾ ലോകത്തിലുണ്ട്. ഈ മതങ്ങളൊക്കെ ധർമ്മത്തിനനുസൃതമാണോ? നല്ലതാണ്. ധർമ്മത്തിന് വിരുദ്ധമാണോ? ദോഷമാണ്. അത്രേ പറയാൻ പറ്റൂ. അല്ലാതെ പലപ്പോഴും നമുക്ക് പറ്റുന്ന കുഴപ്പം, ധർമ്മത്തെ നമ്മൾ റിലിജ്യനായിട്ട് കാണും. അവിടെയാണ് കുഴപ്പം. എന്നിട്ട് താരതമ്യം ചെയ്യും. ഇസ്ലാമാണോ സനാതനധർമ്മമാണോ നല്ലത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണോ സനാതനധർമ്മമാണോ നല്ലത്, ബുദ്ധിസമാണോ സനാതനധർമ്മമാണോ നല്ലത്, ഇസ്ലാം അല്ലെങ്കിൽ വൈഷ്ണവമാണോ സനാതനമാണോ നല്ലത്? ആ ചിന്ത തെറ്റാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം താളത്തെ തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായി ജീവിക്കുക എന്നുള്ളതാണ് സനാതനധർമ്മം. അതെല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു, ആദരിക്കാൻ പഠിപ്പിക്കുന്നു. ഇനി വേദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതചര്യ എന്ന നിലയ്ക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ നിത്യനൈമിത്തിക കാമ്യ പ്രായശ്ചിത്താദി കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് സത്യം, ധർമ്മം, സ്വാധ്യായം എന്നിവയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് സംസ്കാരങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതക്രമം, ഷോഡശ സംസ്കാരങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതക്രമം, അതിനെ ഹിന്ദു ധർമ്മ വ്യവസ്ഥയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് സർവോത്കൃഷ്ടമാണ്, സർവശ്രേഷ്ഠമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്. ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും. ഇന്ന് ലോകം അതിലേക്കാണ് വരുന്നത്. ശരി, ഉദാഹരണം പറയാം. ഒരു 10, 30, 40 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ 50 കൊല്ലം മുമ്പ് ലോകത്തിലെ എല്ലാ മതങ്ങളും അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്ന് നമ്മൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടില്ലായിരുന്നു. കാരണം ഞങ്ങളുടേത് മാത്രമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നുള്ളതായിരുന്നു. ഇന്നതല്ല. ഇന്ന് ലോകത്തിൽ ഏത് മതവിശ്വാസികൾ ഒത്തുചേരുന്ന ഫോറങ്ങളിലായാലും അവരുടെ ഉള്ളിൽ എന്ത് പറഞ്ഞാലും പുറത്ത് അവരെല്ലാ മതങ്ങളെയും ആദരിക്കണം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? അത് സനാതനധർമ്മ പ്രവർത്തനത്തിൻ്റെ, ഹിന്ദുധർമ്മ വ്യവസ്ഥയുടെ സ്വാധീനമാണ്. മറ്റത് പരിമിതവാദമാണ്, സങ്കുചിതവാദമാണെന്നുള്ള തിരിച്ചറിവിന് ലോകത്തിൽ കൈവന്നിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്തിൽ സനാതനധർമ്മം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹിന്ദുധർമ്മത്തിൻ്റെ ചിന്താപദ്ധതി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അനുഭവത്തിൽ കാണാൻ പറ്റും. പിന്നെ ധർമ്മം അഥവാ സംസ്കാരം എന്നതുമായി തുലനം ചെയ്ത് ചിന്തിക്കാൻ മറ്റൊരു മതവ്യവസ്ഥ ഇല്ല. കാരണം പ്രാചീന സംസ്കാരങ്ങളൊക്കെ തന്നെ നശിപ്പിക്കപ്പെട്ടു. ഗ്രീസായാലും റോമിലായാലും മെസപ്പൊട്ടാമിയയിലായാലും
ബബിലോണിയയിലായാലും ഇനി മായനായാലും ഇൻകോ ആയാലും ഒക്കെ തന്നെ പ്രാചീന സംസ്കാരങ്ങൾ നശിപ്പിക്കപ്പെട്ടു. അവയൊക്കെ നശിപ്പിച്ചത് മതങ്ങളാണ്, വസ്തുതയാണ്. നശിപ്പിച്ചത് മതങ്ങളാണ്. പിന്നെ ആ മതങ്ങളുമായി സംസ്കാരത്തെ തുലനം ചെയ്യാൻ പോകരുത്. കാരണം തുലനം ചെയ്യപ്പെടാൻ അവിടെ വേറൊരാളില്ല. തുലനം ചെയ്യപ്പെടാനുണ്ടായിരുന്നവയെ മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നശിപ്പിച്ചവർ മതങ്ങളാണ്. പിന്നെ എന്തുമായിട്ടാ തുലനം ചെയ്യുക? മനസ്സിലായില്ല? ധർമ്മത്തെ റിലീജിയനായിട്ട് കാണുന്നതിന്റെ കുഴപ്പമാണത്. അതുകൊണ്ട് ഭാരതത്തിൻ്റെ ചിന്താപദ്ധതി എല്ലാ വൈവിധ്യങ്ങളെയും അംഗീകരിച്ച ചിന്താപദ്ധതിയാണ്. അത് പരമമായ സ്വാതന്ത്ര്യത്തിൻ്റെ പദ്ധതിയാണ്, സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് തന്നെ ഭാരതീയ ശാസ്ത്രങ്ങളൊക്കെ ചോദ്യോത്തര രൂപത്തിലാണ്. ഒന്നും ദൈവം ഇങ്ങോട്ട് ഉപദേശിക്കുന്നതല്ല. ദൈവം ഇങ്ങോട്ട് ഉപദേശിക്കുന്നതാണെങ്കിൽ നീ അതനുസരിക്കണം, ഇല്ലെങ്കിൽ ഭ്രഷ്ട്, നിന്നെ കൊല്ലും. ഇതല്ല, ഇത് മുഴുവൻ സംവാദങ്ങളാണ്. എവിടെ ശാസ്ത്രീയ സമീപനമുണ്ടോ, എവിടെ യുക്തിപൂർണമായ സമീപനമുണ്ടോ, അവിടെ മാത്രമേ സംവാദരൂപമുണ്ടാകൂ. മറ്റത് ദൈവം തന്നു എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ നമുക്ക് തരികയാണ്. ചോദ്യം ചെയ്യാൻ പറ്റുമോ? ദൈവത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. ദൈവത്തെ വിശ്വസിക്കുകയല്ലേ വേണ്ടത്. അവിടെ യുക്തിയില്ല. ഇതല്ല. നമ്മുടെ സകല ശാസ്ത്രങ്ങളും സംവാദരൂപത്തിലാണ്. ചോദ്യങ്ങൾ ഉത്തരങ്ങൾ, ചോദ്യങ്ങൾ ഉത്തരങ്ങൾ. കാരണം അതിൻ്റെ യുക്തിയുക്തതയാണ്, അതിൻ്റെ ശാസ്ത്രീയതയാണ്. ഇത് ചെയ്തില്ലെങ്കിൽ നീ പുറത്താണെന്നില്ല. ഈശ്വരതത്വത്തെ സുസൂക്ഷ്മം അപഗ്രഥിച്ച ബാദരായണൻ നമുക്ക് മഹർഷിയാണെങ്കിൽ ഈശ്വരനെ നിഷേധിച്ച ചർവാകനും നമുക്ക് മഹർഷിയാണ്. ആ ശാസ്ത്രീയമായ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന സമീപന മഹിമ മനസ്സിലാക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് സനാതനധർമ്മം എന്ന പേര് ഉപയോഗിച്ച് മതങ്ങളുമായി തുലനം ചെയ്യാതിരിക്കുക. എല്ലാ മതങ്ങളെയും സ്നേഹിക്കുക. എല്ലാ മതചിന്തകളും ലോകത്തിൻ്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത ദേശവിശേഷങ്ങളിൽ ആവിർഭവിച്ചവയാണെന്നും വളർന്നവയാണെന്നും തളർന്നവയാണെന്നും മനസ്സിലാക്കുക. അവ ജനിക്കുന്നതും മരിക്കുന്നതുമാണെന്ന് മനസ്സിലാക്കുക. ധർമ്മവ്യവസ്ഥയെ അതിനോട് തുലനം ചെയ്യാതിരിക്കുക. ഇതാണ് പ്രാഥമികമായി വേണ്ടത്. മതം ധർമാനുസാരിയായാൽ നല്ലത്, ധർമ്മവിരുദ്ധമായാൽ ദോഷം. ശാസ്ത്ര സാങ്കേതിക ഗവേഷണ വികസനങ്ങൾ ധർമാനുസാരിയായാൽ നല്ലത്, വിരുദ്ധമായാൽ ദോഷം. സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ വ്യവസ്ഥകൾ, എക്കണോമിക് സിസ്റ്റം, സോഷ്യൽ സിസ്റ്റം, പൊളിറ്റിക്കൽ സിസ്റ്റം ധർമ്മത്തിനനുസരിച്ചായാൽ നല്ലത്, അല്ലെങ്കിൽ അപകടം. അതുകൊണ്ട് എല്ലാം ധർമാനുസാരിയാവട്ടെ എന്ന് സങ്കല്പിക്കുക. അതിനെ മതവുമായി തുലനം ചെയ്യാതിരിക്കുക. ഇതാണ് പറയാനുള്ളത്. ഏതായാലും തൽക്കാലം നമുക്ക് ഉപസംഹരിക്കാം. കഴിയുന്നതും വേഗത്തിൽ ആഹാരം കഴിച്ച് വേഗം വരിക. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഈ